You are with Chinchu. Companies Act in class 1 to the class number 2. Let's get started. First topic is one person company, OPC. That's one person company. Or individual person, or take a company starting OPC or one person company. There are conditions. First thing is, this is a member. ഒറ്റൊരു മെമ്പറെ കാണത്തുള്ളൂ ആ മെമ്പർ എന്തായിരിക്കണം നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം നാച്ചുറൽ പേഴ്സൺ എന്ന് വെച്ചാൽ എന്താണ് ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ആയിരിക്കണം ഈ ഒരു ആകെ ഒരു മെമ്പർ അല്ലേ ഉള്ളൂ ആ ഒരു മെമ്പർ തന്നെ വേറൊരു കമ്പനിയോ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമോ ആകാൻ പാടില്ല അയാൾ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് തന്നെ ആയിരിക്കണം ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദാറ്റ് സെക്കൻഡ് ഈസ് അയാൾ ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം ഇന്ത്യയിൽ റെസിഡന്റ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് 182 ഡേയ്സ് എങ്കിലും നിന്നിട്ടുണ്ടായിരിക്കണം ഇനി റെസിഡന്റും റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡയറക്ട് ടാക്സ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഡു വാച്ച് ഇറ്റ് ഓക്കെ അപ്പൊ നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം കൂടാതെ ഇന്ത്യയിലെ റെസിഡന്റ് ആയിരിക്കണം പിന്നെ ആകെ ഈ 1% കമ്പനിയിൽ ഒരു മെമ്പറേ ഉള്ളൂ ആ മെമ്പർ ഒരിക്കലും എന്താകാൻ പാടില്ല ഒരു മൈനർ ആകാൻ പാടില്ല അത് ഇതിന്റെ ഒരു കണ്ടീഷൻ തന്നെയാണ് മൈനർ ആകാൻ പാടില്ല മൈനർ എന്ന് പറയുമ്പോൾ 18 ഇയേഴ്സിൽ ബിലോ വരും അല്ലെങ്കിൽ തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ഒരിക്കലും ഒരു മൈനറിന് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഒരു മൈനറിന് കാണത്തില്ല സോ ഡെഫിനറ്റ്ലി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല 1% കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല ഇനി സപ്പോസ് ഞാൻ ഒരു OPC സ്റ്റാർട്ട് ചെയ്തു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ആ കമ്പനിയെ കണ്ടിന്യൂ ചെയ്യാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ ആരും ഇല്ലല്ലോ അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം ഒരു നോമിനി അപ്പോയിന്റ് ചെയ്യണം എപ്പോഴും 1% കമ്പനിക്ക് ആ മെമ്പർ എന്ത് ചെയ്തിരിക്കണം ഒരു നോമിനിയെ അപ്പോയിന്റ് ചെയ്തിരിക്കണം ആ മെമ്പറിന് എന്തെങ്കിലും പറ്റിപ്പോയാലോ ആ മെമ്പർ മരിച്ചു പോയാലോ ആ നോമിനി ഈ മെമ്പറായി ഓട്ടോമാറ്റിക്കലി മെമ്പറായിട്ട് മാറും ഓക്കെ ഇനി ഈ നോമിനി ആര് വേണേ ആകാം ഈ മെമ്പറിന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് നോർമലി നോമിനി ആയിട്ട് വെക്കുന്നത് സപ്പോസ് അയാൾ അനാഥനാണ് അയാൾക്ക് ഫാമിലി ഒന്നും ഇല്ലെങ്കിൽ ആ കേസിൽ ആരെ വേണമെങ്കിലും നോമിനി ആയിട്ട് വെക്കാം അപ്പം ഈ മെമ്പറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ നോമിനി ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും 1% കമ്പനിയിലെ മെമ്പർ ആ സിംഗിൾ മെമ്പറായിട്ട് മാറും ഓക്കെ പിന്നെ ഒരേ സമയത്ത് ഒരാൾക്ക് ഒന്നിലധികം 1% കമ്പനി സ്റ്റാർട്ട് ചെയ്യാനോ ഒന്നിലധികം 1% കമ്പനിയിലെ നോമിനി ആകാനോ കഴിയില്ല എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് ഇപ്പം ഞാൻ ഓൾറെഡി ഒരു OPC റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരെണ്ണോട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനോ എനിക്ക് ഒരേ സമയത്തിൽ ഒന്നിലധികം OPCയിലെ മെമ്പർ ആകാനോ കഴിയില്ല പിന്നെ സെക്ഷൻ 8 കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല ഒരു 1% കമ്പനിയായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എനിക്കൊരു സെക്ഷൻ 8 കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ വരും ഈ സെക്ഷൻ 8 കമ്പനി എന്താണ് ഇത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക് അത് തന്നെയാണ് ഓക്കെ നോർമലി OPC എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് പ്രൈവറ്റ് കമ്പനിയാണ് ഇനി ഞാനൊരു OPC സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഞാനൊരു 1% കമ്പനിയായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഒരു തുടക്കമൊക്കെ ആയി കുറച്ച് നാളും കൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വലിയ OPC ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രയോജനമൊന്നുമില്ല ഒരുപാട് എനിക്ക് എക്സ്പാൻഡ് ചെയ്യാനോ ഗ്രോ ചെയ്യാനോ ഒന്നും തന്നെ വരുന്നില്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തീരെ കുറവാണ് അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുവാണ് ഒന്നെങ്കിൽ എൻ്റെ ഈ OPCയെ ഒന്നെങ്കിൽ പ്രൈവറ്റ് കമ്പനി ആയിട്ടോ പബ്ലിക് കമ്പനി ആയിട്ടോ എനിക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് എന്ത് ചെയ്യണം സാറ്റിസ്ഫൈ ചെയ്യണം ആ കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഒന്നെങ്കിൽ ഞാൻ ഈ OPC എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് 2 ഇയേഴ്സ് എങ്കിലും ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യാൻ മീൻസ് എന്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക സപ്പോസ് ഞാൻ ജാനുവരി 2018 OPC എന്ന് പറഞ്ഞ കമ്പനി 1% കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻകോർപ്പറേഷൻ മുതൽ അറ്റ്ലീസ്റ്റ് 2 ഇയേഴ്സ് എങ്കിലും കഴിയാതെ എനിക്ക് ഈ കമ്പനി എന്ത് ചെയ്യാൻ പറ്റില്ല കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല പ്രൈവറ്റ് കമ്പനി ആയിട്ടോ പബ്ലിക് കമ്പനി ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല ഇനി അല്ലെങ്കിൽ ഒന്നെങ്കിൽ 2 ഇയേഴ്സ് ആയിരിക്കണം അല്ലെങ്കിൽ എൻ്റെ കമ്പനി എൻ്റെ OPC കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ 50 lakhsൽ കൂടുതലായിരിക്കണം ഷെയർ ക്യാപിറ്റൽ 50 lakhsൽ കൂടുതലായിരിക്കണം അല്ലെങ്കിൽ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് എവറിഥിങ് ഇൻക്ലൂഡിങ് ഓൾ സെയിൽസ് ആൻഡ് ഓൾ ടോട്ടൽ ടേൺ ഓവർ 2 crores എക്സീഡ് ചെയ്യണം ഈ ലിമിറ്റ്സ് എക്സീഡ് ചെയ്യണം എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും OPCയെ ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനി ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇത്രയൊക്കെയാണ് OPCയെ കുറിച്ച് പറയുകയാണെങ്കിൽ സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സെക്ഷൻ 8 കമ്പനി സെക്ഷൻ 8 കമ്പനി എന്താണ് സെക്ഷൻ 8 കമ്പനി എന്ന് പറയുമ്പോൾ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പോലാണ് പബ്ലിക് ഇൻട്രസ്റ്റിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ബെനിഫിറ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്ത് സെക്ഷൻ 8 കമ്പനി പബ്ലിക് ഇൻട്രസ്റ്റും പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ ചാരിറ്റി ആകാം എഡ്യൂക്കേഷൻ ആകാം പ്രൊട്ടക്ഷൻ ഓഫ് എൻവയൺമെന്റ് ആകാം അങ്ങനെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എടുത്തിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനിയാണ് സെക്ഷൻ 8 കമ്പനി നമുക്ക് ആർക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഒറ്റയടിക്ക് പോയി സെക്ഷൻ 8 കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അതിന് സെൻട്രൽ ഗവൺമെന്റിന്റെ
ലൈസൻസ് വേണം, സെൻട്രൽ ഗവൺമെന്റിന് പെർമിഷൻ വേണം. സെൻട്രൽ ഗവൺമെന്റ് ആണ് നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ആ ലൈസൻസ് ഒരുപക്ഷെ ഒരുപാട് കണ്ടീഷനെ ബേസ്, ഇന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ ലൈസൻസ് ഇഷ്യൂ ചെയ്യൂ എന്നും പറഞ്ഞായിരിക്കാം. അപ്പോൾ ആ കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ആണ് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. പിന്നെ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ലൈസൻസ്, നമുക്ക് ഇഷ്യൂ ചെയ്തേക്കുന്ന ലൈസൻസിനെ റിവോക്ക് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഒരിക്കലും ഒരു സെക്ഷൻ 8 കമ്പനി പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കില്ല. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആകാനേ പാടില്ല. ഇൻ കേസ് പ്രോഫിറ്റ് മോട്ടീവ് അല്ലെങ്കിൽ പോലും അവർക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രോഫിറ്റിനെ എന്ത് ചെയ്യാൻ പാടില്ല? മെമ്പേഴ്സോ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയ്ക്ക് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. നോർമൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് ആ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ആ പ്രോഫിറ്റിനെ ഡിവിഡൻഡ് ഫോമിൽ മെമ്പേഴ്സിലും ഷെയർ ഹോൾഡേഴ്സിലും ഒക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും, വീതിച്ചു കൊടുക്കും, അവരത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം ഇവിടെ നടക്കത്തില്ല. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുമെങ്കിൽ ആ പ്രോഫിറ്റിനെ വീണ്ടും ഇതേ പർപ്പസ്, ഇതേ മോട്ടീവ്, ലൈക്ക് പബ്ലിക് ഇൻട്രസ്റ്റ്, ലൈക്ക് ചാരിറ്റി, എൻവയൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ, ഈ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഇതേ കാര്യത്തിൽ, ഇതേ ബിസിനസ്സിൽ തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ വീണ്ടും പ്രൊമോട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് സെക്ഷൻ 8 കമ്പനിയെ പറ്റി പറയുന്നത്. പിന്നെ ഇതിന്റെ എന്റെ ഒബ്ജക്റ്റ് ചാരിറ്റിയാണ്, ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാം സാറ്റിസ്ഫൈ, എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ സീക്രട്ട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനോ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാനോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് എപ്പം വേണമെങ്കിലും ആ ലൈസൻസിനെ റിവോക്ക് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ പറ്റും. അപ്പം ഇത്രയാണ് സെക്ഷൻ 8 കമ്പനീസിന്റെ ടോപ്പിക്. എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? മെമ്മോറാണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിന്റെ അൾട്ടിമേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അതിന്റെ ചാർട്ടർ ആണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ബേസ് ആണ്. മെമ്മോറാണ്ടത്തിലാണ് ഒരു കമ്പനിക്ക് എന്തെല്ലാം പവേഴ്സ് ഉണ്ട്, അതിന്റെ റൈറ്റ്സ്, അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തേക്കുന്ന ഈ മെമ്മോറാണ്ടം ആണ്. ഇതിനെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ലക്ഷ്മണ രേഖയാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഈ ലക്ഷ്മണ രേഖയെ ഓവർറൈഡ് ചെയ്യാൻ പാടില്ല. ഓവർറൈഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? മറികടക്കാൻ പാടില്ല. അങ്ങനെ ഓവർറൈഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ആക്ട് ചെയ്തു കഴിഞ്ഞാൽ അത് വോയിഡ് ആണ്, അത് നമുക്ക് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ മെമ്മോറാണ്ടം ഈസ് സോ ഡാം പവർഫുൾ. ഇനി ഈ മെമ്മോറാണ്ടത്തിന്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഈ ആർട്ടിക്കിൾസിനകത്ത് പറയുന്ന ഒരു കമ്പനി എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം, ആ കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് റിലേറ്റ് ചെയ്ത് അതിന്റെ റെഗുലേഷനെ റിലേറ്റ് ചെയ്തുള്ള കംപ്ലീറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്ന ഈ ആർട്ടിക്കിൾസിലാണ്. ഓക്കെ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? ഷെയർ ട്രാൻസ്ഫറിനെ പറ്റി, ഷെയറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ പറ്റിയും, ഫോർ ഫീച്ചറും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, കാരണം ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഓരോ കാര്യവും, ഈ ഓരോ ടേമും എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓൾറൈറ്റ്. പിന്നെ ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആ മെമ്മോറാണ്ടത്തിലാണ്, MOA എന്നാ ഷോർട്ടായിട്ട് പറയുന്നത്. ഈ മെമ്മോറാണ്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും? ഒരു കമ്പനിയുടെ നെയിം, അതിന്റെ നെയിം എന്താണ്, ലൊക്കേഷൻ മീനിങ് എന്താണ്, ആ കമ്പനി എക്സാക്ട്ലി ഏത് പ്ലേസിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, അതിന്റെ പ്ലേസ്. പിന്നെ ഒബ്ജക്റ്റീവ് ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പേർപ്പസ്, എന്ത് ഉദ്ദേശത്തോടാണ് ഒരു കമ്പനി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത്, അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ക്ലോസിനകത്തിലാണ് അതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ പേർപ്പസ് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ ലയബിലിറ്റി ക്ലോസ് ഉണ്ട്. ലയബിലിറ്റി ക്ലോസിനകത്ത് കമ്പനിക്ക് എന്തെല്ലാം ഡെറ്റ് ഉണ്ട്, എന്തെല്ലാം ലയബിലിറ്റീസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളും പിന്നെ ഷെയർ ക്യാപിറ്റലിനെ പറ്റിയും ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മെൻഷൻ ചെയ്യുന്നത് എപ്പോഴും എന്തിലാണ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. സോ ഇത്രയുള്ള മെമ്മോറാണ്ടത്തിനെ പറ്റിയും ആർട്ടിക്കിൾസിനെ പറ്റിയും. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സബ്സിഡിയറി കമ്പനി, ഹോൾഡിംഗ് കമ്പനിയെ പറ്റി. എന്താണ് ഒരു സബ്സിഡിയറി കമ്പനി എന്നും എന്താ ഹോൾഡിംഗ് കമ്പനി എന്നും ഞാൻ ഫസ്റ്റ് പാർട്ട്, അതായത് ഫസ്റ്റ് ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർ അത് പോയി കണ്ടോ. ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ജസ്റ്റ് ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. കാരണം ഇതേ റിലേറ്റഡ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് സപ്പോസ് എ കമ്പനി, എ പവർഫുൾ ആണ്, എ എന്താണ് ഹോൾഡിംഗ് കമ്പനിയാണ്, ആൻഡ് ബി എന്താണ് സബ്സിഡിയറി ആണ്. ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ് എ ബിനെ കൺട്രോൾ ചെയ്യുന്നു. സോ എ ഈസ് ഹോൾഡിംഗ് കമ്പനി ആൻഡ് ബി ഈസ് സബ്സിഡിയറി കമ്പനി. ഓൾറൈറ്റ്. എ ബിയുടെ ഹോൾഡിംഗ് കമ്പനി ആവുന്ന എപ്പോഴാണ്? എയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കോമ്പോസിഷനെ എ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ എന്തായിട്ട് മാറും? സബ്സിഡിയറി ആയിട്ട് മാറും. ബി സബ്സിഡിയറി ആയിട്ട് മാറും. രണ്ട് കണ്ടീഷനാണ്. ഒന്ന്, ഇതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കംപ്ലീറ്റ് ഡയറക്ടേഴ്സിന്റെ കോമ്പോസിഷൻ കൺട്രോൾ ചെയ്യുക. കോമ്പോസിഷൻ കൺട്രോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഏതൊക്കെ ഡയറക്ടർ ഇരിക്കണം, ഇരിക്കേണ്ട, ആരെയൊക്കെ അപ്പോയിന്റ് ചെയ്യണം, ആരെയൊക്കെ റിമൂവ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ഡിസിഷൻസ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കാനുള്ള അധികാരം ആർക്കുണ്ടെങ്കിൽ? എയ്ക്കുണ്ടെങ്കിൽ. ഓക്കെ. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ്. സെക്കൻഡ് തിങ്, അറ്റ്ലീസ്റ്റ് ഇതിന്റെ 50% എങ്കിലും ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്ന എ ആയിരിക്കണം. ഈ രണ്ട് കേസസിലാണ് എ ബിയുടെ എന്തായിട്ട് മാറുന്നത്? സബ്സിഡിയറി ആയിട്ട് മാറുന്നത്.
അപ്പോൾ എ ഇസ് ദ ഹോൾഡിംഗ് കമ്പനി ആൻഡ് ബി ഇസ് ദ സബ്സിഡിയറി കമ്പനി. ഈ ബി എന്ന സബ്സിഡിയറി കമ്പനി എയിൽ ഷെയർസ് ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ബി എന്ന സബ്സിഡിയറി കമ്പനി എ എന്ന ഹോൾഡിംഗ് കമ്പനിയിൽ ഷെയർസ് ഹോൾഡ് ചെയ്യാനോ ഷെയർസ് കയ്യിൽ വെക്കാനോ പാടില്ല. എക്സെപ്ഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് 3 എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് എന്തൊക്കെയാ? ഫസ്റ്റ് എക്സെപ്ഷൻ, ബി എന്ന സബ്സിഡിയറി കമ്പനിക്ക് എയിൽ ഷെയർസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന 3 സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ഈ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ട്രസ്റ്റി ആയിട്ടാണ്, ഇൻ ദ ഫോം ഓഫ് ട്രസ്റ്റി ആണെങ്കിൽ അത് അലൗഡ് ആണ്. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഈ ബി എയുടെ സബ്സിഡിയറി ആകുന്നതിന് മുന്നേ തന്നെ ബിയുടെ കയ്യിൽ എയുടെ കുറെ ഷെയർസ് ഉണ്ടായിരുന്നു. അതായത് ബിയും എയും തമ്മിലുള്ള ഈ സബ്സിഡിയറി ഹോൾഡിംഗ് എന്ന് പറഞ്ഞുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബി എയിൽ ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ, അത് ആ ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. തേർഡ് കണ്ടീഷൻ ഈസ് എ ഹോൾഡിംഗ് ആൻഡ് ബി സബ്സിഡിയറി. ഈ ഹോൾഡിംഗ് കമ്പനിയിലെ ഒരു മെമ്പർ, സപ്പോസ് രാം, ഹോൾഡിംഗ് കമ്പനിയുടെ മെമ്പർ രാം എന്ത് പറ്റി? അയാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ അയാളെ പറയുന്നതാണ് ഡിസീസ്ഡ് മെമ്പർ. അയാൾ മരിച്ചുപോയി. ആ രാമിന്റെ ബിഹാഫിൽ സബ്സിഡിയറി കമ്പനി ഈ എയിൽ കുറച്ച് ഷെയർസ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, അതായത് മരിച്ചുപോയ മെമ്പറിന്റെ ലീഗൽ റിപ്രസെന്റേറ്റീവ് ആയിട്ട് ഈ സബ്സിഡിയറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയിൽ കുറച്ച് ഷെയർസ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ആ കണ്ടീഷൻ, ആ ഒരു സിറ്റുവേഷനിലും എന്ത് അലൗഡ് ആണ്? സബ്സിഡിയറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയിൽ ഷെയർസ് ഹോൾഡ് ചെയ്യുക. അല്ലാത്ത നോർമലി ഈ 3 സിറ്റുവേഷൻ അല്ലാതെ ഒരു സാഹചര്യത്തിലും അലൗഡ് അല്ല. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇതേ റിലേറ്റഡ് ആയിട്ട് കേസ് സ്റ്റഡീസോ ട്വിസ്റ്റഡ് ആയിട്ടോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഡിഫറെൻറ്റ് സബ്ജക്ട്സിൻ്റെയും ഒരുപാട് ടോപ്പിക്സിൻ്റെ ഒക്കെ വീഡിയോ റിക്വസ്റ്റ് വരുന്നുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ ക്രിയേറ്റ് ചെയ്തിടാം. ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറച്ച് ടൈം എടുക്കും. ബട്ട് എക്സാമിന് മുന്നേ എല്ലാ പോർഷൻസും ഞാൻ കവർ ചെയ്ത് തരാം. നിങ്ങൾ പറയുന്ന പോർഷൻസും ഈ ഡൗട്ടായിട്ട് ചോദിക്കുന്നതും പോർഷൻസ് ഞാൻ കവർ ചെയ്ത് വീഡിയോയിൽ ഇടാം. പിന്നെ എക്സാംസ് ആർ റിയലി ക്ലോസ്. വർക്ക് ബ്ലഡി ഹാർഡ് ആൻഡ് ഗെറ്റ് ഇൻ ദിസ് അറ്റംപ്റ്റ് itself. Don't forget to subscribe my channel and hit that bell icon too. Till then, take care. Bye-bye.